ഇനി എനിക്ക് തന്നോട് 10 പറയാനുണ്ട്. ഇതെല്ലാം ഇയാൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും മൈഗ്രൻ്റ് വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പതിവിൽ വിപരീതമായിട്ടും ഐസി എഞ്ചിനിലോട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്കോഡ കൈലാക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് അതിൻ്റെ ഓണറെ സ്വാഗതം ചെയ്യാം. അജയ്, സ്ലോ മോഷനിലൊക്കെ പോരും. ഇപ്പം എങ്ങനെയാണ് സ്കോഡയിലോട്ടുള്ളൊരു വരവ്? സ്കോഡയിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വിഫ്റ്റിൻ്റെ വണ്ടിയായിരുന്നു. സ്വിഫ്റ്റ് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് കംഫർട്ടായിരുന്നു. പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ വന്നു കഴിയുമ്പോഴത്തേനും കുറച്ച് ബാക്കിലോട്ട് അറിയാമല്ലോ സ്വിഫ്റ്റിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെയാണ് ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് സേഫ്റ്റി മെയിനായിട്ട് നോക്കി അങ്ങനെയാണ് സ്കോഡയിലേക്ക് എത്തിയത്. പിന്നെ ഇപ്പോൾ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നൈസാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഡോറ് തന്നെ തുറക്കുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ആ സേഫ്റ്റിയുടെ അത് മനസ്സിലാവും. ഉണ്ട്, അത് ഞാൻ ഇത് അടയ്ക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു സൗണ്ടും അത് തുറക്കുമ്പോഴത്തേക്ക് ഒരു പിടുത്തമുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒന്ന് കയ്യിൽ നിന്ന് തെറിക്കും. ഇപ്പോൾ നമ്മളൊരു 3 സ്റ്റെപ്പായിട്ട് വേണം ഈ ഡോറ് തുറക്കാൻ വേണ്ടി തന്നെ. അതുപോലെ അത്രയും നല്ല വെയിറ്റും ഉണ്ട്, ക്വാളിറ്റി അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് നമ്മളൊരു വണ്ടി കാണാൻ വേണ്ടി ചെന്ന് ഞാൻ ഔട്ടർ ലുക്ക് നോക്കി, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡോറ് തുറന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സേഫ്റ്റി സംഭവം മനസ്സിലായി. അപ്പോൾ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു, ഇത് തന്നെ എടുത്തേക്കാന്ന്. ഇപ്പോൾ എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഇപ്പോൾ എടുത്തിട്ട് ഇപ്പം 2 മാസമാണ്. 2 മാസം. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പം 2000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോങ് ഇടം വരെയൊക്കെ? ലോങ് പോയത് കമ്പന്തേനി, അതൊരു 2 പ്രാവശ്യമായിട്ട് പോയായിരുന്നു. എങ്ങനെയുണ്ട് ഒരു മാരുതിയുടെ ഒരു വണ്ടിയിൽ നിന്നും സ്കോഡയിലോട്ട് വന്നപ്പോഴത്തേക്കുള്ളൊരു? മാരുതിയുടെ വണ്ടി ചെറുതാക്കി പറയല്ല, നമ്മൾ ഇത്ര നാളും കൊണ്ടുപോകാറില്ല. എന്നറിയാം, സേഫ്റ്റി ഫീച്ചറും ബിൽഡ് ക്വാളിറ്റി അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. മാരുതിയുടെ വണ്ടി ഞാൻ ഉപയോഗിക്കുന്ന മാരുതിയാണ്, ഇഗ്നിസാണ്. അപ്പം മാരുതി അതിനെ ചെറുതാക്കുന്നില്ല. ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വേറൊരു സെഗ്മെൻറ്റിലോട്ട് മാറിയപ്പോഴത്തേക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളൊരു സ്ട്രെയിറ്റ് റോഡ് പോകുമ്പോഴത്തേന് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു വണ്ടികളിൽ പോകുമ്പോഴത്തേനും ഒരു നമുക്ക് വണ്ടി ഒരു എന്താ പറയുക, കാറ്റ് പിടിക്കുമ്പോഴത്തേനുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇത്ര ലിമിറ്റ് കഴിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ വരും. പക്ഷേ ഇവത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഓവർടേക്ക് ചെയ്യാനാണെങ്കിലും ഒരു വണ്ടി ഇത്ര ടൈമിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് പറ്റും. അതുപോലെ തന്നെ കംഫർട്ടെന്ന് പറഞ്ഞാൽ പക്കാ കംഫർട്ടാണ്. നമുക്കിപ്പം ഇന്ന സ്ഥലത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പാണ് വണ്ടിയുടെ. പിന്നെ നമുക്ക് വേറെ ഒന്നും പേടിക്കണ്ട. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ കോ പാസഞ്ചർ ആണെങ്കിൽ പോലും നമുക്ക് ആ സേഫ്റ്റിയാണ് പക്കായിട്ട്. കാരണം വെച്ചാൽ നമുക്ക് ഒന്ന് ഫ്രണ്ടോട്ടൊന്ന് ഇതാഞ്ഞു വരുമോ അങ്ങനെയൊന്നും സംഭവമായിട്ട് തോന്നത്തേ ഇല്ല. നമ്മളെങ്ങനെ പോകുന്നു അല്ലെങ്കിൽ നമ്മളെങ്ങനെ റണ്ണിങ്ങിൽ എങ്ങനെ പോകുന്നു അതേപടി തന്നെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ലോങ് ഡ്രൈവിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അല്ല, എന്നാലും ലോങ്ങിൽ പോകുന്നത് കാരണം മിക്കവാറും എനിക്ക് വന്നിട്ടുണ്ട് ചില വണ്ടികൾ വെയിറ്റ് കുറവുള്ള പല വണ്ടികളായിട്ട് പോകുമ്പോഴത്തേക്ക് കാറ്റ് ഓപ്പോസിറ്റ് ഒരു വണ്ടി നല്ല സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കാറ്റ് വന്നിട്ട് അടിയുണ്ട്, ഒരു പിടുത്തമുണ്ട്. കാറ്റ് പിടിക്കുന്നത് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ലോങ്ങിലെ സ്കോഡയുടെ വണ്ടികൾ അധികം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ വോക്സ്വാഗണിൻ്റെ പോളോയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതും അതിൻ്റെ ഡിസൈൻ വെച്ച് നോക്കുകയാണെന്നുള്ള ബെറ്ററാണ്. പിന്നെ വണ്ടിക്കൊരു കോർണറിങ് ഒക്കെ എടുക്കാനായിട്ടും നമുക്കൊരു കംഫർട്ട് തോന്നുന്ന, കുറച്ച് പേടിയില്ലാതെ എടുക്കാൻ പറ്റുന്നൊരിതാണ്. അതുപോലെ തന്നെ ടാറ്റയുടെ ടിയാഗോ, പിന്നെ പലർക്കും പുച്ചുള്ള വണ്ടിയാണ് ഈ ടിയാഗോ ടാറ്റയുടെ വണ്ടി. പക്ഷേ കോർണറിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല വണ്ടി ഓടിക്കാനും ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു കംഫർട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ തോന്നുന്നത് ഇതിലൊന്ന് തൊടുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലുക്ക് വൈസും ടോട്ടലി പലർക്കും പല ഇതല്ലേ, ചോയ്സ് പലതല്ലേ. ഓരോരുത്തർ പറയും ഇപ്പം സ്വിഫ്റ്റ് വെച്ച് നോക്കി മൈലേജിൻ്റെ കാര്യം വരുമ്പോഴത്തേനേ ഉള്ളൂ എനിക്ക് ആ ഒരു, കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് ഇത്ര രൂപയ്ക്ക് 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പോകേണ്ട സ്ഥലത്ത് ഇപ്പോൾ അതിലും കുറച്ചും കൂടെ പെട്രോൾ അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ എന്നാ ഒരു വ്യത്യാസം വരാറുണ്ട്. ഇപ്പം ഒരു 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഒരു 1500 രൂപയ്ക്ക് അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ 1700 രൂപയ്ക്ക് അടിക്കണം. പക്ഷേ വണ്ടി ഇതാണ്, വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഇതാണ്, അതറിഞ്ഞിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ആ പെട്രോൾ അടിച്ചിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക്. ഇത് അത്യാവശ്യം ഈ നമ്മുടെ ഇന്ത്യൻ റോഡ് ടോട്ടലി കേരളത്തിനകത്ത് ഇത് പോകുമ്പോഴത്തേക്ക് മിക്ക സ്ഥലങ്ങളും പോകുമ്പോഴത്തേക്ക് ഗട്ടറുകൾ നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പഴയ വാഹനങ്ങളും ഇതും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കംഫർട്ടും ഡ്രൈവിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇത് ഫസ്റ്റ് 6 ഗിയർ വണ്ടിയാണ്. നമ്മുടെ ഈ റോഡിൽ പോവുകയാണെങ്കിൽ 6 ഗിയർ വീഴണമെങ്കിൽ ഇച്ചിരി പാടുവിടും. അപ്പോൾ പിന്നെ നമുക്കിപ്പം ഫസ്റ്റിലേക്ക് സെക്കൻഡിലേക്ക് ഷിഫ്റ്റിംഗ് വരാൻ ഒരു കുറച്ച് ഈ ടർബോ ആയതുകൊണ്ട് തന്നെ
കുറച്ചൊരു ടൈം എടുക്കും. RPM കയറി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗട്ടറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തിരിക്കുകയാണെങ്കിൽ അത്ര അറിയാനില്ല, ഒന്നാമത്തെ കാര്യം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ ഒരു ടേണിങ് ചെയ്യുന്ന സമയത്താണല്ലോ ഒന്ന് ഒലയ്ക്കുന്ന ആ ഒരു സംഭവം തോന്നില്ല. വണ്ടി സ്റ്റഡി ആയിട്ട് തന്നെ അങ്ങ് പോവുക. വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് സ്റ്റഡി ആയിട്ട് തന്നെ പോകാം. നമുക്ക് അതിനകത്ത് ഇപ്പോൾ പറഞ്ഞ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ അമ്മയ്ക്കാണെങ്കിലും വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മയും കൊണ്ട് പോയ സമയത്തും അമ്മ ഒന്നും അറിയാനേ ഇല്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു. അത് നല്ലൊരു, എനിക്ക് തോന്നുന്നത് ടയറിൻ്റെ ബിഗ് സൈസ് ടയറുമാണല്ലോ ഇത് വന്നേക്കുന്നത്. ഇത് 16 വരുന്നത്, 16 ഇഞ്ച് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതിനായിട്ടുള്ള മറ്റേ വരുമ്പോഴത്തേക്ക് 15 ഇഞ്ചല്ലായിരുന്നോ? 14 ഞാനത് കൺവേർട്ട് ആക്കിയിട്ട് അലോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 15 ആക്കിയായിരുന്നു. പിന്നെ റേറ്റ് ഓൺ റോഡ് ഇത് ഏത് സെഗ്മെൻറ്റാണ് ഇത് വന്ന് എടുത്തേക്കുന്നത്? ഇത് കൈലാക്ക് സിഗ്നേച്ചർ എന്ന് വെച്ചുമ്പോഴത്തേക്ക് ടോപ്പിൻ്റെ ഇതിന് മേളിലായിട്ട് സിഗ്നേച്ചർ പ്ലസ് ഉണ്ട്, അതിന് മേളിൽ ടോപ്പ് എൻഡ് ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വരുമ്പോഴത്തേക്കിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ഞാൻ നോക്കുമ്പം എന്താ പറയുന്നത്, നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ടോപ്പ് എൻഡിലേക്ക് പോകണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ടോപ്പ് എൻഡ് ചൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം, നമ്മളാരെയും നിരുത്സാഹപ്പെടുത്തുമല്ല. അല്ല, ഇത് കീലെസ് എൻട്രി അല്ലേ? കീലെസ് എൻട്രിയും പുഷ് ബട്ടൺ സ്റ്റാർട്ടും അല്ലേ? അല്ലല്ല, ഇവിടുത്തെ പുഷ് ബട്ടൺ അല്ല, കീട്ട് തന്നെയാണ്. അപ്പോൾ അതിന് മെയിലോട്ട് പിന്നെ എനിക്ക് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് സൺറൂഫ് ഉണ്ട്. പക്ഷേ അത് ആരും ഉപയോഗിക്കാറില്ല. ആദ്യത്തെ കുറച്ച് നാളത്തെ ഒരു ഒന്നാമത്തെ കേസായിട്ട് ഇപ്പം എന്താ നമ്മൾ ഈ പിള്ളേർക്കൊക്കെ ഒരു കൗതുകം എന്നുള്ള രീതിയിലാണ് സൺറൂഫ്. അവർക്ക് മുമ്പ് അത് എപ്പോഴും പറ്റുന്നില്ല. നമ്മൾ വണ്ടി മേടിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു സൺ ഫിലിം ഒട്ടിക്കാനാണ് നോക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലിൻ്റെ കാര്യം. അപ്പോൾ ഈ സൺറൂഫുള്ള വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അങ്ങനെ നമ്മൾ തുറന്നിട്ട് അങ്ങനെ ഓടിക്കാറുമില്ല, പൊടിയും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇതിന് മറ്റേ പുഷ് ബട്ടണാണ്. പുഷ് ബട്ടൺ വരുന്നുണ്ട്, ടോപ്പ് എൻഡിന് വരുന്നത് പുഷ് ബട്ടണ്, റിയർ വൈപ്പറ്, പിന്നെ വയർലെസ് മറ്റേ മൊബൈൽ ചാർജിങ്. ഇതിന് ടോപ്പ് എൻഡിനേ ഉള്ളൂ വയർലെസ് മൊബൈൽ ചാർജിങ് ഒക്കെ വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് അത്യാവശ്യം ഒരു എൻട്രി ലെവൽ തൊട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം വേണ്ട ഒരു ഫീച്ചറായിട്ട് ഞാൻ നോക്കിയിട്ട് അതായിരുന്നു ഫീച്ചർ ഉപയോഗപ്രദമായിട്ടുള്ള സംഭവം. പിന്നെ ലോങ് റൈഡ് പോകുമ്പോഴത്തേക്കുള്ള ഒരു സീറ്റിംഗ് കംഫർട്ട് ഒക്കെ എങ്ങനെയുണ്ടോ? സീറ്റിംഗ് കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കവർ ചെയ്തിട്ടില്ല. കവർ ചെയ്ത് കഴിഞ്ഞാൽ കാരണം വേറെ ആളുടെ ഇനിയൊന്ന് നോക്കണം കവർ ചെയ്ത വണ്ടി എങ്ങനെയാണ്, സീറ്റ് കവർ ചെയ്തിരിക്കുന്ന വണ്ടി എങ്ങനെയാണ്. സീറ്റ് കവർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കിട്ടുന്ന ഒരു കംഫർട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഇരിക്കുമ്പോഴത്തേന് നമുക്ക് എന്താ ഒരാൾ ഒരു ബാക്കിലൂടെ നമ്മളെങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ആ ഒരു ഹഗ്ഗിങ് ഫീൽ, അതിൻ്റെ വിങ്സും ആ ഒരു ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പൊതിഞ്ഞ് ഹഗ് ചെയ്ത് നിർത്തുന്ന ഒരു ഇതായിട്ട് ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത് ലോങ് ഇതായിട്ട് പോകുമ്പോൾ അത്യാവശ്യം കട്ടറുള്ള വഴി കൂടെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു കംഫർട്ട്, ഒരു സസ്പെൻഷൻ, ആ ഒരു കുഷനിങ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയുണ്ട്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഞാൻ മുമ്പ് പറഞ്ഞത്. ഇപ്പം അമ്മയാണെങ്കിലും പോയിരുന്ന സമയത്ത് കോ പാസഞ്ചറായിട്ട് അമ്മ ഇരിക്കുകയാണെങ്കിൽ പോലും ഒന്നും അറിയാനില്ല. കാരണം വെച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹഗ്ഗിങ് ഫീല് ആ സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു കട്ടറി അടിയാലോ അല്ലെങ്കിൽ ഒരു ടേണിങ് എടുത്തെങ്കിൽ പോലും നമുക്കത് അറിയുന്നില്ല. രണ്ട് സൈഡിൽ നിന്ന് നമ്മളങ്ങ് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ തന്നെ നീങ്ങാതെ പോലും നല്ല സ്മൂത്താണ്. പിന്നെ നമുക്ക് എന്താ ലോങ് ഡ്രൈവ് പോയിട്ട് വന്നിട്ടായാലും ഒരു ടയേർഡ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അമ്മയാണെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു, കംഫർട്ടായിട്ട് തന്നെ, ഹാപ്പി ആയിട്ട് തന്നെ. ഫാമിലിയിൽ എല്ലാവരും പിന്നെ എല്ലാവരും നിങ്ങൾ വർക്കിന് ഇത് തന്നെയല്ലേ പോകുന്നത്? വർക്കിന് ഇത് തന്നെ. ഫോട്ടോഗ്രാഫി അതിൻ്റെ പേജും കാര്യങ്ങളും അതിന് ഇത് പേര് ഇതൊക്കെ സൗണ്ട് ചെയ്തു. അജയ് ഫോട്ടോഗ്രാഫി അല്ലേ? അപ്പം കൂടുതൽ യാത്ര ചെയ്തൊക്കെ ചെയ്യുന്നത്. അപ്പം ഫോട്ടോഗ്രാഫി അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അതൊന്ന് എൻ്റെ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നമുക്കൊരു വെഡ്ഡിങ് കമ്പനിയുണ്ട്, സെറിമണീസ് വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞൊരു വെഡ്ഡിങ് കമ്പനിയാണ്. അല്ല, ഇത് നല്ല ചോയ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് റിവ്യൂവിൻ്റെ കാര്യത്തിന് വേണ്ടി അജയ് സമീപിച്ചതല്ല. അപ്പം അജയ് എൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇതിനകത്ത് ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹോണാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഹോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിയൊരു മനുഷ്യൻ വന്നിട്ട് ഈ ചെറിയ സൗണ്ടിൽ സംസാരിക്കുന്നില്ലേ, അതുപോലത്തെ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു വണ്ടി, അതിനകത്തെ ഹോണ് തീരെ പതുങ്ങിയൊരു ഹോണ്, ആ ഒരു നെഗറ്റീവ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഹോൺ ചേഞ്ച് ചെയ്തായിരുന്നോ? ഇല്ല, ചേഞ്ച് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്യണമെന്നുണ്ട്.
അതേ ഉള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടോ വണ്ടിയിൽ? ഇതേവരെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ അലോയ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പം അലോയ് ചേഞ്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നൈസാണ്, കാണാനൊന്നും കുഴപ്പമില്ല. ഞാൻ വേറെ മറ്റൊരു വണ്ടി ഉപയോഗിച്ചായിരുന്നല്ലോ, അപ്പോൾ അതിനൊരു അലോയ് ഉണ്ട്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചാൽ. അപ്പോൾ അതുപോലത്തെ ഒരു അലോയ് മേടിച്ച് ഇടണമെന്നുണ്ട്. ഇപ്പോഴില്ല, കുറച്ചുകൂടെ. പതിയെ. മൈലേജ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറയുന്നൊരു ഫസ്റ്റ് സർവീസ് ഇതിൻ്റെ വരുന്നത് 10,000-ലാണ്. 10,000 വരും. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 ഇയറിൽ അങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. അപ്പോൾ ഒരു 5,000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ പറയുന്നത്. ഇപ്പോൾ ഞാൻ ലോങ് ഡ്രൈവ് പോയപ്പോൾ തന്നെ എനിക്ക് 13-14 കിട്ടുന്നുണ്ട്. നല്ലൊരു ഈ വലിപ്പമുള്ള ഇത്രയും ബോഡി വെയിറ്റും ഒക്കെ ഉള്ള വണ്ടിക്ക് അത് ബെറ്ററാണ്, നല്ലൊരു മൈലേജ്. നമ്മുടെ റോഡിൽ മൈലേജ് നോക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അല്ല, എന്നെ ബോഡി വെയിറ്റും ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് മൈലേജ് അത് ധാരാളം നല്ലൊരിതാണ്. ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സർവീസ് ഇല്ല, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് സർവീസ് ഇപ്പോൾ എത്ര കിലോമീറ്ററിലാണ് വരുന്നത്? അതാ പറഞ്ഞത്, ഫസ്റ്റ് സർവീസ് വരുമ്പോൾ 10,000 കിലോമീറ്റർ വരും. ഫസ്റ്റ് തന്നെ 10,000 വരുന്നത്. അത്രേ എടുത്തുള്ളൂ. ഞെട്ടാൻ തയ്യാറായിട്ടാണോ ഇരിക്കുന്നത്? ഞെട്ടാൻ തയ്യാറായിട്ടൊന്നുമല്ല. ഇത് എല്ലാവരും പറയുന്നതെന്ന് പറയും, ഇപ്പോൾ വണ്ടി എടുത്തിട്ട് എല്ലാവരും ഈ കമ്പയർ ചെയ്ത് ഇതിൻ്റെ സർവീസ് കോസ്റ്റിനെ കുറിച്ച് എല്ലാവരും പറയുന്നത്. ഈ സ്കോഡ, വോൾസ്വാഗൻ്റെ എല്ലാം സർവീസ് കോസ്റ്റ് ഭയങ്കരമാണെന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരു മാരുതിയുടെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 3 പ്രാവശ്യം സർവീസ് ചെയ്യുന്നത് ഇവരൊറ്റ പ്രാവശ്യമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്നതേ ഉള്ളൂ. എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ആദ്യത്തെ സർവീസിന് ഇത്ര രൂപ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണല്ലോ എന്നൊരു മാത്രമേ ഉള്ളൂ. എന്നാലും എത്ര ഇത് ചാൻസ് ഉള്ളതെന്നല്ലോ അങ്ങനെ ആരെല്ലാം ചോദിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഞാൻ ചോദിച്ചില്ല. ഇപ്പം എന്തായാലും നമ്മൾ വണ്ടി എടുത്തു, ഇപ്പം നമ്മളിത് കൊണ്ട് നടന്നേ പറ്റത്തുള്ളൂ. അല്ല, എന്നാലും ഒരു ക്യൂരിയോസിറ്റി കാരണം. ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും ഒരു 7 രൂപ ഒക്കെ ആവുമായിരിക്കും ആ റേഞ്ചിൽ. അത്യാവശ്യം അത് വലിയ കുഴപ്പമില്ല, കാരണം മാരുതിയുടെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 4 രൂപ ഇത് വരുന്നുണ്ട്. അതിനെക്കാട്ടിലും ചെറിയ വേരിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഇതിനനുസരിച്ച് അറിയില്ല. ഇനിയിപ്പോൾ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ വണ്ടിയിൽ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി എടുത്ത്? പക്ക. ഇത് മറ്റേ വണ്ടി ഇത് എവിടെ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കൊക്കെ ചെയ്യാറില്ലേ? ഇത് ഞാൻ തിയേറ്ററിൽ പോയപ്പോഴത്തേന് കുറേ പിള്ളേർ എൻ്റെ അടുത്ത് വന്നു. ഫസ്റ്റ് ഇവന്മാരിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കുറച്ച് നിന്ന്, അപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, എന്നാ? അല്ല, ഈ വണ്ടി എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി എടുക്കാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയുണ്ട് വണ്ടി? ഞാൻ പറഞ്ഞു വണ്ടി ഇത് നൈസാണ്, ഇന്ന കാര്യങ്ങൾ നെഗറ്റീവും കാര്യങ്ങളും ഉണ്ട്, ഇന്ന കാര്യങ്ങളും കൊണ്ട് നല്ലതുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എന്തായാലും എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, എടുക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ. ഇപ്പം പലർക്കും പല അഭിപ്രായം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവർ പറയും എല്ലാം കൂടെ ഗാന്ധിജിക്ക് വരെ കുറ്റം പറയുന്ന നാടായത്, ഞാനും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യം, നമ്മുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പോയി. അതാണ് ഫസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. സെക്കൻഡറി ആണ്, ബാക്കിയുള്ളവർ പറയുന്നത് നോക്കിക്കൊണ്ട് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് കാര്യമില്ല. ഇപ്പം നമ്മൾ വീട് വെച്ച് കെറുത്താസന് നമ്മൾ ആൾക്കാരെ വിളിക്കുന്നു, കുറ്റം പറയാത്തവരല്ലല്ലോ. ഭക്ഷണം നിന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ടാണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ അവിടുത്തെ ഒരു സംഭവം അതങ്ങോട്ട് ശരിയായില്ല. കുറ്റം പറഞ്ഞില്ല, ഒരു സമാധാനം കിട്ടത്തില്ലാത്ത ആൾക്കാർ. അപ്പോൾ അതിൻ്റെ അകത്ത് ബോധരാകണ്ട. പിന്നെ അതൊന്നും ഞാൻ അങ്ങനെ നോക്കുന്നില്ല. എനിക്ക് ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അല്ല, അതാണ് അൾട്ടിമേറ്റ് നമ്മുടെ ഇതായിട്ട് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതിൻ്റെ അപ്പുറത്തോട്ട് അതിൻ്റെ അപ്പുറമൊന്നുമില്ല. പിന്നെ കളറ് ാണോ ഇത് ചൂസ്? കളർ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് എടുക്കാൻ വേണ്ടിയായിരുന്നു. ബ്ലാക്കാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ള കളർ. അത് കഴിയുമ്പോൾ പിന്നെ ബ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി പാട് വരും. കാരണം ഇപ്പം ഒരു ചെറിയൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ഇപ്പം ബോഡി നന്നായിട്ട് എക്സ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു കളറാണ്. അപ്പോൾ പിന്നെ ഇതെടുക്കാമെന്ന് വെച്ചു. ബ്ലാക്ക് കഴിഞ്ഞിട്ട് അടുത്തൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഇതാണ് ഞാൻ നോക്കിയത്. പക്ഷേ കളറ് നല്ല ഇത് ഒരു നിഴലത്ത് ഇത് കിടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ, ബ്ലാക്ക് ആണ്. ഒന്ന് ലോങ്ങിൽ നിന്ന് വരുവാണെങ്കിൽ ബ്ലാക്ക് ആണെന്നാണ് അറിയുന്നത്. കളറ് ബെറ്ററാണ്, കാരണം ഇത് അത്രയും ഇതായിട്ട് കണ്ടിട്ടില്ല, അത്ര കോമൺ ആയിട്ടുള്ള ഒരു കളറല്ല. മെറ്റാലിക് ഉണ്ട് പല ഇതിലായിട്ട്, അല്ലെ ഗ്രേ ഷെയ്ഡ്. ഇത് വേറൊരു കാർബണിൻ്റെ കാർബൺ സ്റ്റീൽ സംഭവം നല്ല കളറാണ്.
ഇതിൻ്റെ സൗണ്ട് സിസ്റ്റവും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇതിന് വരുന്ന സിസ്റ്റം അല്ല ഇത് വേറെ സെപ്പറേറ്റ് ചെയ്താണ്? സെപ്പറേറ്റ് ചെയ്തതാണ്, കമ്പനി തന്നെ സെപ്പറേറ്റ് ചെയ്ത് തരുന്നത്. ഇതിനൊരു 30 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഇത് കമ്പനി തന്നെ ചെയ്താണോ അതോ? കമ്പനി തന്നെ ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു 7 ഇഞ്ചിൻ്റെ ഉണ്ടായിരുന്നു, ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ റിവേഴ്സ് ക്യാം ഒന്നും ഇല്ലായിരുന്നു. റിവേഴ്സ് ക്യാം എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത്, റിവേഴ്സ് ക്യാമ പിന്നെ ഇത് 9 ഇഞ്ചിൻ്റെ ഒരു സിസ്റ്റം എല്ലാം കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്താണ്. ഓക്കെ ഓക്കെ. ഒരു കേബിൾ അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. അത് തന്നെ ഇത് തന്നെ കൂളിംഗ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ അല്ലേ? നമുക്ക് അത്യാവശ്യം മരുന്നുകളൊക്കെ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ബിയർ ഇരിക്കത്തില്ലേ? മരുന്നുകൾ മാത്രമേ ഇരിക്കത്തുള്ളൂ? മരുന്നുകൾ മാത്രമേ ഇരിക്കത്തുള്ളൂ. അല്ല, ഇരിക്കത്തുള്ളൂ ഇതിനകത്ത്? അത്രയേ ഉള്ളൂ. ടിൻ ബിയറൊക്കെ ഇരിക്കുന്നതാണ് തോന്നുന്നത്, പക്ഷെ ഞങ്ങൾ കുടിക്കത്തില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഇതിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം ഇൻബിൽറ്റ് തന്നെയല്ലേ? ഇൻബിൽറ്റ് തന്നെയാണ്. എങ്ങനെയുണ്ട് മ്യൂസിക് പ്ലേ ചെയ്ത് കേൾക്കണോ? വേണ്ട, കോപ്പറേറ്റ് വന്നാലോ? അല്ല എന്നാലും എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ സ്മൂത്താണ്. പിന്നെ ഇപ്പം ഞാൻ കൂടുതലും മെലഡി സോങ്സ് ഒക്കെ കേൾക്കാറുള്ളത്. എനിക്കത് കുഴപ്പമില്ല, നല്ല സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്യാമറ വന്നപ്പോഴത്തേക്ക് അല്ല, നിങ്ങൾ ഈ മെലഡി പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒന്നുകൂടെ തിരിച്ചറിയണമല്ലോ നിങ്ങൾ തന്നെയാണ്, പ്രായമുള്ള ഒരു വ്യക്തിയല്ല. ഞാനുണ്ട് ഒന്നുകൂടെ ഫോക്കസ് ചെയ്തതാ. എന്നാ കുഴപ്പമില്ല. മറ്റേ ഈ നാളും വയസ്സും ഇതൊക്കെ പറയേണ്ടി വരുമോ? വേണ്ട, നിങ്ങൾ കല്യാണം കഴിച്ചാൽ നീ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ഓർത്ത് വെച്ചാ കേട്ടോ, ഇദ്ദേഹം കല്യാണം കഴിച്ചാണ്, ഫോട്ടോഗ്രാഫറാണ്, ഈ വണ്ടിയൊക്കെ അതിന് വോട്ട് ചെയ്ത് വെച്ചു. എവിടെ വെച്ച് കണ്ടാലും അല്ലേ? ഇതൊക്കെ എടുത്തിടണം. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇതിലും ചളിയാകും കേട്ടോ. വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, ഇടിയൊന്നും നിങ്ങൾ എടുക്കുന്നില്ലല്ലോ. ഇനി എനിക്ക് തന്നോട് 10 പറയാനുണ്ട്. ഇതെല്ലാം ഇയാൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ലെഗ് സ്പേസ് വരുവാണെങ്കിൽ ഇത്ര ഒരു നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് അംഗീകരിക്കാൻ പറ്റും. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം 5'10" ആണ്. അല്ല, നായയുടെ തൈ സപ്പോർട്ടും എല്ലാം ഉണ്ടല്ലോ, അടിപൊളിയായിട്ട്. പിന്നെ കംഫർട്ടാണ്. ഹെഡിൻ്റെ ഇവിടെയാണ്. നിങ്ങൾ ഇന്നാണ് ഇതിൻ്റെ ബാക്കിൽ ഇരുന്ന് നോക്കുന്നത്? അല്ലല്ല, ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇരുന്ന് യാത്ര ചെയ്തിട്ടില്ല, അല്ലാതെ ഞാൻ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഷോറൂമിൽ ചെന്ന ടൈമിലൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത്ര ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു കട്ടറിങ് വന്നെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. സ്പെയർ വീലൊക്കെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഇതെന്ത് സാധനം? അത് അതിൻ്റെ ടൂൾ ബോക്സ് ആണ്. ഇത് 60/40 ആയിട്ടോ അത് ഒരുമിച്ച് ഫോൾഡിങ് ഫുള്ളായിട്ട് മടക്കാൻ പറ്റും? ഫുള്ളായിട്ട് മടക്കാൻ പറ്റും. ഓക്കെ. ഇത് ജസ്റ്റ് സപ്പോർട്ടിങ്ങിന്